നമസ്കാരം. ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. ബീഹാറിൽ വോട്ട് കൊള്ളയ്ക്ക് ബിജെപി പദ്ധതിയെന്ന് കോൺഗ്രസ്. 243-ൽ 160 സീറ്റുകൾ എൻഡിഎ നേടുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനം വോട്ടുകൊള്ള നീക്കത്തിന് ഉദാഹരണം. മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെയാണ് അമിത്ഷായുടെ പ്രഖ്യാപനമെന്നും ജയറാം രമേശ് ആരോപിച്ചു. കരൂർ ദുരന്തത്തിൽ ടിവികെ അധ്യക്ഷൻ വിജയ്ക്കെതിരെ പോലീസിന്റെ ഗുരുതര കണ്ടെത്തലുകൾ. കരൂരിലെ റാലിക്കെത്താൻ മനഃപൂർവ്വം 4 മണിക്കൂർ വൈകിയെന്ന എഫ്ഐആറിൽ. അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയെന്നും ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ ശ്രമിച്ചെന്നും എഫ്ഐആറിൽ. ടിവികെ അധ്യക്ഷൻ വിജയ്ക്ക് കരൂർ സന്ദർശിക്കാൻ അനുമതി നിഷേധിച്ച് പോലീസ്. 41 പേരുടെ ജീവനെടുത്ത കരൂർ അപകടത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ടിവികെ നൽകിയ ഹർജി പിന്നീട് പരിഗണിക്കാൻ മാറ്റി. വിജയ്ക്കെതിരെ തിടുക്കപ്പെട്ട് കേസെടുക്കേണ്ടെന്ന് ഡിഎംകെ. കരൂർ ദുരന്തം പ്രത്യേക സംഘം അന്വേഷിക്കും. ലഡാക്ക് സമവായ ചർച്ച വഴിമുട്ടി. സമാധാനം തിരിച്ചുവരാതെ ചർച്ചയ്ക്കില്ലെന്ന് ലേ അപെക്സ് ബോഡി വ്യക്തമാക്കി. സമരനായകൻ സോനം വാങ്ചുക്കിനെതിരെ അന്വേഷണം കടുപ്പിച്ച കേന്ദ്രം. വാങ്ചുക്കിന്റെ സ്ഥാപനത്തിന് നോട്ടീസ്. ലഡാക്കിനെയും ജമ്മു കാശ്മീരിനെയും കേന്ദ്ര സർക്കാർ വഞ്ചിച്ചുവെന്ന് കശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള. സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിൽ കാലതാമസമുണ്ടായി. കശ്മീരിന് എത്രയും വേഗം പദവി തിരിച്ചു നൽകണമെന്നും ഉമർ അബ്ദുള്ള പറഞ്ഞു. ലഡാക്കിൽ പ്രശ്ന പരിഹാരത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചർച്ച നാളെ. രാഹുൽ ഗാന്ധിക്കെതിരായ ബിജെപി നേതാവിന്റെ വധഭീഷണി ദേശീയതലത്തിൽ ആയുധമാക്കി കോൺഗ്രസ്. പ്രത്യയശാസ്ത്ര യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോഴാണ് വധഭീഷണി ഉയർത്തുന്നത്. രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാൻ ബിജെപി ശ്രമിക്കുകയാണെന്നും കോൺഗ്രസ് വക്താവ് പവൻ ഖേഡ പറഞ്ഞു. ലഡാക്ക് പ്രക്ഷോഭത്തിൽ കേന്ദ്ര സർക്കാരിനും ബിജെപി ആർഎസ്എസ് നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. സ്വന്തം അവകാശങ്ങൾ ലഡാക്കുകാർ ആവശ്യപ്പെട്ടതിനാണ് 4 യുവാക്കളെ കൊന്നും വാങ്ചുക്കിനെ ജയിലിൽ അടച്ചുമുള്ള ബിജെപിയുടെ പ്രതികാരമെന്നും രാഹുൽ പറഞ്ഞു. ആഭ്യന്തര അന്തർദേശീയ വെല്ലുവിളികളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയുന്നില്ലെന്ന് ആരോപിച്ച് ആം ആദ്മി പാർട്ടി. രാജ്യത്തും വിദേശത്തുമായി അടുത്തിടെ നടന്ന നിരവധി സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വിമർശനം. യുഎസുമായുള്ള താരിഫ് യുദ്ധവും ചൈനയുമായുള്ള അതിർത്തി തർക്കവും മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ മോദി സർക്കാർ പരാജയമാണെന്നും ആം ആദ്മി. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം സഞ്ചാരികൾ സന്ദർശിച്ച സ്മാരകമായി താജ്മഹൽ. 69 ലക്ഷം പേരാണ് താജ്മഹൽ കാണാനെത്തിയത്. കേന്ദ്ര ടൂറിസം മന്ത്രാലയം പ്രസിദ്ധീകരിച്ച വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ സന്ദർശന കണക്കിലാണ് താജ്മഹൽ വീണ്ടും ഒന്നാമതെത്തിയത്. നാട്ടുവിശേഷത്തിൽ ഹരിഗോവിന്ദ് ചേരും. നമസ്കാരം.